ഹായ് ഫ്രണ്ട്സ്, പ്ലേറ്റ് ആൻഡ് ലീഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഷവർമയാണ്. അറബിക് ടേസ്റ്റോട് കൂടി വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം എനിക്ക് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഷവർമ ഉണ്ടാക്കാൻ വിചാരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ കുക്കുംബറും ക്യാരറ്റും പച്ചമുളകും വിനീഗറിൽ സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വിനീഗർ ഹെൽത്ത് വൈസ് നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാവുന്നതാണ്. പക്ഷേ ഷവർമയുടെ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഞാനത് കാരണം തലേന്ന് തന്നെ ഇത് വിനീഗറിൽ സോക്ക് ചെയ്ത് വെക്കും. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള വിനീഗർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരെടുക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വിനീഗറും ഉപ്പും എല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കട്ടോ. ഷവർമ റെഡിയാക്കാനായിട്ടുള്ള ചിക്കനിൽ നമുക്ക് മസാലകൾ പുരട്ടാം. അതിനായിട്ട് നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അതെടുക്കുക. അല്ലെങ്കിൽ സാധാരണ പീസസ് എടുത്തിട്ട് വറുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാംസങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ കബാബ് മസാലയും 1 സ്പൂൺ തന്തൂരി മസാലയും ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു അറബിക് ഷവർമയുടെ ഒരു ടേസ്റ്റ് കിട്ടാനാണ് ഈ മസാല ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ സാധാരണ ഗരം മസാല ആഡ് ചെയ്താലും മതിയാവും. അതിലേക്ക് 1 സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 സ്പൂൺ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ നമ്മുടെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കുക. അര ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞിട്ടോളൂ കേട്ടോ. നന്നായിട്ട് കുഴച്ച് വെക്കുക. മസാലകളെല്ലാം നല്ല രീതിയിൽ ചിക്കനിലാവുന്ന വിധം മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ വെക്കാം. അതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് അടച്ച് വെക്കാം. ഒരു തവയിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചിട്ട്, ഒരുപാട് ഓയിലിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണ്ട. പയ്യെ ഒന്ന് കുറച്ച് ഓയിൽ തളിച്ചിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് കുക്കാവുന്ന വിധത്തിൽ ചെയ്തിട്ട് എടുക്കുക കേട്ടോ എല്ലാ ചിക്കനും. രണ്ട് സൈഡും ഒരേപോലെ കുക്കാവുന്ന തരത്തിൽ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാ ചിക്കൻ പീസും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. 2 സെക്ഷനായിട്ടാണ് ഞാൻ ചിക്കൻ വറുത്തെടുക്കുന്നത്. ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലുകളെല്ലാം കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കാം. ചിക്കൻ പീസെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ആ തവയിലോട്ട് ഇട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹാഫ് കുക്കായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് എടുത്തത്. അപ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുവാണേ. ആവശ്യമാണെങ്കിൽ മാത്രം ഒരല്പം ഓയിൽ നമുക്കിതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ ഇതിൽ ഒഴിക്കണ്ട. ഇന്നലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച കുക്കുംബർ ക്യാരറ്റൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുക്കുംബർ മാത്രം കുറച്ച് അരിഞ്ഞെടുക്കുവാണ് നമ്മുടെ ഷവർമ മിക്സിൽ ചേർക്കാനായിട്ട്.
ഷവർമയുടെ മിക്സ് നമുക്കിനി റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുക്കുംബർ ഇന്നലെ വിനേഗറിൽ സോക്ക് ചെയ്ത് വെച്ച കുക്കുംബറാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പിന്നെ ഒരു സവാളയും ക്യാബേജും. നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഈ മിക്സിലേക്ക് ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് മയോണൈസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. രണ്ട് സ്പൂൺ മയോണൈസ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷവർമയുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്യാം. അതിനായിട്ട് കുബ്ബൂസ് എടുക്കുക. അപ്പോൾ കുബ്ബൂസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണുക. അപ്പോൾ കുബ്ബൂസ് എടുത്തിട്ട് അതിൽ ഒരല്പം മയോണൈസ് ഇട്ട് കൊടുക്കുക. സ്പൈസി ആയിട്ടുള്ള ഷവർമയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ റെഡ് ചില്ലി സോസ് കൂടി ഇടാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്ത് റോൾ ചെയ്യുക. ഇതിൻ്റെ പുറത്തും ഒരല്പം മയോണൈസ് ഇട്ട് കൊടുക്കുക. മയോണൈസൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് റോൾ ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഷവർമ ഇതുപോലെ റോളുകളായിട്ട് നമുക്ക് എടുത്തു വെക്കാം ഒരു പാത്രത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് റോൾ ഷവർമ വേണമെങ്കിലും പ്ലേറ്റ് ഷവർമ വേണമെങ്കിലും രണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ മയോണൈസും റെഡ് ചില്ലി സോസും എല്ലാം ആയിട്ട് ഷവർമ സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.